നമസ്കാരം, എല്ലാവർക്കും ഡേറ്റ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബി ക്ലാസ് സൂപ്പർവൈസർ ലൈസൻസ് പരീക്ഷയ്ക്ക് ഇപ്പോൾ അപേക്ഷ നൽകാം. അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. samraksha.ca.kerala.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇതുപോലൊരു പേജ് ഓപ്പൺ ആവുന്നതാണ്. ആ പേജിൽ സെലക്ട് ആകുമ്പോൾ ഇതുപോലെ മറ്റൊരു പേജിലേക്ക് എൻ്റർ ആവുന്നതാണ്. ഗൂഗിൾ ക്രോമിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ മറ്റൊരു പേജിലേക്ക് നമ്മൾ എൻ്റർ ആവുന്നതാണ്. ആ പേജിൻ്റെ മുകൾ ഭാഗത്തായി ക്രിയേറ്റ് അക്കൗണ്ട് അതുപോലെ ലോഗിൻ ഓപ്ഷനുകൾ കാണാനായി സാധിക്കും. സംരക്ഷയിൽ നിലവിൽ രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾ സംരക്ഷയിലെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. അതിന് ഫോൺ നമ്പർ, ഇമെയിൽ ID പോലുള്ള വിവരങ്ങൾ നൽകുകയും സംരക്ഷയിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയും വേണം. നിലവിൽ അക്കൗണ്ട് ഉള്ള ആളുകളാണെങ്കിൽ ലോഗിൻ ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയും ഈ പോർട്ടലിലേക്ക് നേരിട്ട് ലോഗിൻ ഓപ്ഷൻ വഴി എൻ്റർ ചെയ്യാൻ സാധിക്കുന്നതുമാണ്. ഇപ്പോൾ ലോഗിൻ പോർട്ടലിൽ എൻ്റർ ചെയ്തതിന് ശേഷം അവിടെ ഫോൺ നമ്പർ അതുപോലെ തന്നെ താഴെ പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, ഒരു പേജ് ഇതുപോലെ ഓപ്പൺ ആവുന്നതാണ്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിച്ച അതേ ഫോൺ നമ്പർ നമ്മൾ ഇതിൽ എൻ്റർ ചെയ്യേണ്ടതാണ്. ഫോൺ നമ്പർ കൃത്യമായി എൻ്റർ ചെയ്തതിന് ശേഷം തൊട്ട് താഴെയുള്ള പാസ്വേഡ് എന്ന കോളം സെലക്ട് ചെയ്യുകയും രജിസ്റ്റർ ചെയ്ത സമയത്ത് ഉപയോഗിച്ച പാസ്വേഡ് കൃത്യമായി എൻ്റർ ചെയ്യുകയും ചെയ്യുക. അതിന് താഴെ കാണുന്ന നമ്പർ കൂടി എൻ്റർ ചെയ്യാൻ ശ്രദ്ധിക്കുക. സംരക്ഷയിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജിലേക്ക് എൻ്റർ ആവുന്നതാണ്. അത് താഴേക്ക് നീക്കിയാൽ പുതിയ സൂപ്പർവൈസർ ഗ്രേഡ് B അപേക്ഷ കാണാൻ സാധിക്കുന്നതുമാണ്. അതിൽ സെലക്ട് ചെയ്യേണ്ടതാണ്. സെലക്ട് ചെയ്യുന്ന സമയത്ത് എക്സാമിനേഷൻ എന്നിങ്ങനെ 2 കാറ്റഗറി വരും. എക്സാമിനേഷൻ കാറ്റഗറി സെലക്ട് ചെയ്യുകയും പ്രൊസീഡ് എന്നൊരു ബട്ടൺ ഓപ്പൺ ആവുന്നതാണ്. അത് പ്രസ് ചെയ്യുകയും വേണം. അങ്ങനെ പ്രസ് ചെയ്ത സമയത്ത് ഇതുപോലെ മറ്റൊരു പേജിലേക്ക് എൻ്റർ ആവുന്നതാണ്. അതിൽ നമ്മൾ പേര്, രക്ഷിതാവിൻ്റെ പേര്, നമ്മളുടെ എക്സാം എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൽ വന്നിട്ടുണ്ട് സൂപ്പർവൈസർ ഗ്രേഡ് B എക്സാമിനേഷൻ 2023. അതുപോലെ ഫോൺ നമ്പർ, നമ്മളെ പെർമനൻ്റ് അഡ്രസ്സ് ഇപ്പോൾ ട്രിവാൻഡ്രം എന്നുള്ളത് താൽക്കാലികമായി കൊടുത്തിട്ടുള്ളതാണ്. നമ്മളെ സ്ഥിരമായ മേൽവിലാസം കൊടുക്കുക. അതുപോലെ തന്നെ പിൻകോഡ് സെലക്ട് ചെയ്യുക. ജില്ല ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ അതേപോലെ തന്നെ സെയിം അഡ്രസ്സ് ആണെങ്കിൽ അതും അവിടെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ മെയിൽ കാറ്റഗറി അത് സെലക്ട് ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് ഇതുപോലൊരു കലണ്ടർ ഓപ്പൺ ആക്കി അതിൽ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. നമ്മളെ പ്രായം അവിടെ വരുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ യോഗ്യത SSLC ഓർ ഇക്വലൻ്റ്, പാസ് ഓർ ഫെയിൽ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിൻ്റെ തൊട്ട് താഴെ സാങ്കേതിക വിദ്യാഭ്യാസം C ക്ലാസ് കോൺട്രാക്ടർ വെച്ചിട്ടാണെങ്കിൽ മുകളിലെ ഓപ്ഷൻ തിരഞ്ഞെടുക്കേണ്ടതാണ്. ITI കാറ്റഗറി ആണെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷനും, വയർമാൻ പെർമിറ്റ് ലഭിച്ചതിന് ശേഷം അപേക്ഷ നൽകുകയാണെങ്കിൽ മൂന്നാമത്തെ കാറ്റഗറിയും വേണം സെലക്ട് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ഏതാണോ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത് ആ കാറ്റഗറിയിൽ വരുന്ന ഓപ്ഷൻ കൃത്യമായിട്ട് തിരഞ്ഞെടുക്കുകയും അതിൽ പ്രസ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ അതിനുശേഷം അതിൻ്റെ വിശദവിവരങ്ങൾ താഴെ ചോദിക്കുന്നതാണ്. അപ്പോൾ പെർമിറ്റിൻ്റെ അതുപോലെ തന്നെ കോൺട്രാക്ട് ലൈസൻസ് ആണെങ്കിൽ അതിൻ്റെയൊക്കെ കൃത്യമായ നമ്പറുകൾ, നമ്മളെ പ്രവൃത്തി പരിചയത്തിൻ്റെ വിശദവിവരങ്ങൾ, അതേപോലെ തന്നെ ഏത് കോൺട്രാക്ടറുടെ കീഴിലാണ് എന്നിങ്ങനെയുള്ള വിശദമായ വിവരങ്ങൾ, നമ്മൾ എന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്, അതേപോലെ തന്നെ എന്നാണ് സർവീസ് അവസാനിക്കുന്നത് എന്നുള്ള കൃത്യമായ വിവരങ്ങൾ അതിൽ ആഡ് ചെയ്യുകയും വേണം. അതുപോലെ തന്നെ അപേക്ഷാ ഫീസ് വരുന്നത് 890 രൂപയാണ്. അതിനുശേഷം ആഡ് അറ്റാച്ച്മെൻറ്റ് സെലക്ട് ചെയ്താൽ ഇതുപോലൊരു പേജ് ഓപ്പൺ ആവുന്നതാണ്. ആ പേജിൽ നമ്മളെ സിഗ്നേച്ചർ, ഫോട്ടോ, ഏജ് പ്രൂഫ് ഡോക്യുമെൻറ്റ്, അതുപോലെ തന്നെ ID പ്രൂഫ്, കോപ്പി ഓഫ് SSLC സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ വയർമാൻ പെർമിറ്റ്, കോൺട്രാക്ട് ലൈസൻസ് വെക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ ലൈസൻസുകളും അതിൻ്റെ എല്ലാ പേജുകളും കൃത്യമായ അളവിലും സൈസിലുമുള്ളത് സ്കാൻ ചെയ്ത് ഓരോ ഫയലുകളായിട്ട് കൃത്യമായി അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഓരോ ഡോക്യുമെൻറ്റുകൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി കൃത്യമായിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ. അത് ഓരോന്നും ഇതിലേക്ക് ആഡ് ചെയ്യുകയും ഇതിന് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ പ്രിവ്യൂ, തൊട്ട് താഴെ കാണുന്ന പ്രിവ്യൂ ബട്ടൺ സെലക്ട് ചെയ്ത് തിരുത്തലുകൾ ചെയ്യാൻ സാധിക്കുന്നതുമാണ്. അതിനുശേഷം ഓൺലൈനായി പേയ്മെൻറ്റ് അടയ്ക്കുകയും നമ്മളെ അപേക്ഷാ സമർപ്പണം